نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഇന്ന് പള്ളിയിലെത്തിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാസമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ടാണ്. ഈ ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാനും അതിൻ്റെ യഥാവിധി അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കാനും അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ശരിയായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ വിചാരണയെയും ഭയന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു കൊടുക്കും അവന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളുടെ ഓരോ തിന്മകളും പുറത്ത് മാപ്പാക്കി കിട്ടുക എന്നുള്ളത്. അത് പുറത്ത് മാപ്പാക്കി എല്ലാ വിശുദ്ധിയോടും കൂടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക, കുറ്റങ്ങളൊന്നുമില്ലാത്ത പാപങ്ങളൊന്നും ബാക്കി നിൽക്കാത്ത വിധം പരിശുദ്ധനായി പടച്ചവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക, അതിനേക്കാൾ വലിയൊരു ഭാഗ്യവും ഒരു മനുഷ്യനും നേടാനില്ല. റസൂൽ പറയുന്നത്, ഈ റമദാൻ മാസത്തിൽ ശരിയായ വിശ്വാസത്തോടും പ്രതിഫലം പ്രതീക്ഷിച്ചും അള്ളാഹുവിൻ്റെ വിചാരണ ഭയന്നുമൊക്കെ ആരെങ്കിലും നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നമ്മൾക്ക് ഒരു വർഷത്തിൽ 11 മാസക്കാലം നമ്മൾ സാധാരണ മട്ടിൽ ജീവിക്കുന്നു, സാധാരണ ഒരു വിശ്വാസിയായി ജീവിക്കുന്നു. എന്നാൽ ഒരു മാസക്കാലം പൂർണ്ണമായും
അള്ളാഹുവിന് വേണ്ടി മാത്രം നീക്കിവെച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മാത്രം പാലിച്ചുകൊണ്ട് എവിടേക്കും വ്യതിചലിച്ചു പോകാതെ ശ്രദ്ധിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത് ആ 11 മാസക്കാലം സംഭവിച്ച മുഴുവൻ പാപങ്ങളും നമ്മൾക്ക് പുറത്തു കിട്ടുന്നു എന്നാണ്. അതിലേറെ വലിയൊരു ഭാഗ്യം നമ്മളെ സംബന്ധിച്ച് കിട്ടാനില്ല. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ റമളാൻ മാസം കടന്നു വന്നാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. വഉല്ലിഖത്ത് അബ്വാബുന്നാർ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുഫിദത്തി ഷയാത്തീൻ, ചെകുത്താന്മാരെ പിശാചുക്കളെ ചെങ്ങലക്കിടും. 3 കാര്യങ്ങളാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഒന്ന്, സ്വർഗ കവാടങ്ങൾ നമ്മൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. സ്വർഗ കവാടം തുറക്കപ്പെടുമെന്നതിനർത്ഥം ഒന്ന്, യഥാർത്ഥത്തിൽ സ്വർഗ കവാടം തുറക്കുമെന്ന് തന്നെയാണ്. മറ്റൊരാശയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, നമ്മൾക്കൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വർഗം, നമ്മൾക്കതിലൊരു വിഹിതമുണ്ടാകണമല്ലോ. ആ വിഹിതം നേടാവുന്ന വിധം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്വർഗ കവാടങ്ങൾ നമ്മൾ തുറക്കണമെന്നാണ്. നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മളുടെ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾക്ക് തുറക്കാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കണമെന്നാണ്. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമെന്ന് പറഞ്ഞതിന് റസൂല് പറഞ്ഞ ആ വാക്കിനർത്ഥം കവാടങ്ങൾ കൊട്ടിയടക്കുമെന്ന് തന്നെയാണ്. അല്ലാത്തൊരു വ്യാഖ്യാനം അത് നൽകുന്നത്, കർമ്മങ്ങളിൽ നിന്നൊക്കെ, തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട്, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നരകത്തിലേക്ക് വകുപ്പില്ലാത്ത വിധം നമ്മുടെ നരക കവാടങ്ങൾ കൊട്ടിയടക്കാൻ നമ്മൾക്ക് ഈ റമളാൻ മാസത്തിൽ കഴിയണമെന്നാണ്. പിശാച് ചെങ്ങലക്കിടുമെന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പിശാച് പൂർണ്ണമായും ബന്ധിതനാവണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പിശാചിന് പണി കൊടുക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് പിശാച് ചെങ്ങലക്കിട്ടതുപോലെ ആ ചെങ്ങലക്കിട്ട അവസ്ഥ പിശാചിന് വരുന്ന വിധത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. ഏതർത്ഥത്തിലായിരുന്നാലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു മാസക്കാലം നമ്മൾ ചെയ്യേണ്ടത്. നന്മകൾ ധാരാളം കൂലി കിട്ടുന്നൊരു മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ പറയുന്നത്, 1000 മാസത്തേക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരു രാവുള്ള ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. 1000 മാസത്തേക്കാൾ പുണ്യം ലഭിക്കുന്ന ഒരു രാവുള്ളൊരു മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു മാസക്കാലം എന്തൊക്കെ നമ്മൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക. അങ്ങനെ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളൊരവസരം നോക്കുക. നോമ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരൊറ്റ തത്വമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ. അതിൻ്റെ ആശയം പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി. ഒറ്റ വാക്കിൽ നോമ്പിൻ്റെ എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരമാണ്, തഖ്വയുള്ളവരാകാൻ വേണ്ടി. തഖ്വ എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. ഉബയ്യ് ഇബ്നു കഅബിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, എന്താണ് തഖ്വ? ഉമർ റളിയല്ലാഹു ആണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടിയാണ് അതിന് കൃത്യമായ ഉത്തരം. അദ്ദേഹം പറഞ്ഞു, ഉമർ, താങ്കൾ ഈ യാത്രയിൽ നടന്നു പോകുന്ന വഴിയിൽ ചില്ലും മുള്ളും ചെളിയും കുപ്പിയുമൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം വഴികളിലൂടെ നടന്നു പോകുമ്പോൾ താങ്കൾ എങ്ങനെയാണ് നടന്നു പോകാറുള്ളത്? ഉമർലാഹിന് മറുപടി പറഞ്ഞു, അത്തരം മുള്ളും ചില്ലൊക്കെ ഉള്ള വഴികളിലൂടെ നടക്കുമ്പോൾ ഞാൻ നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തും. ആ മുള്ളേൽക്കാതെ, ചെളിയേൽക്കാതെ, ചില്ല് ഏൽക്കാതെ വസ്ത്രം പൊക്കിപ്പിടിച്ച് മാന്യമായിട്ട് അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് പറഞ്ഞതു, അതാകുന്നു തഖ്വ എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ തഖ്വയുള്ളവരാവുക എന്നതിനർത്ഥം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പരിസരവും ഒക്കെ നിരീക്ഷിച്ച് നോക്കുക. ധാരാളം ചില്ലും മുള്ളും ഒക്കെ ഉള്ള ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമികമായി നോക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് പറ്റാൻ പാടില്ലാത്ത
തെറിക്കാൻ പാടില്ലാത്ത ചെളിയും ഒരുപാട് അനാവശ്യങ്ങൾ പതിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഒക്കെ ഇടയിലൂടെയാണ് നമ്മൾ നിത്യേന ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാച് വീശിയിരിക്കുന്ന വലകൾ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും, നമ്മൾ കെണിയിലകപ്പെടുത്താൻ വേണ്ടി. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ തഖ്വയുള്ളവനായി ജീവിക്കുക എന്നതിനർത്ഥം ആ കെണികളിൽ പെടാതെ, അപകടങ്ങളിൽ ചാടാതെ, ആ ചില്ലും തെളിയും മുള്ളും ഒന്നും നമ്മളുടെ ശരീരത്തിൽ ഏൽക്കാതെ വളരെ മാന്യമായി അതിൻ്റെ ഇടയിലൂടെ നടന്ന് പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് എത്തുക എന്നാണ്. അതാണ് തഖ്വ. ആ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾക്ക് ആലോചിക്കാനുള്ളൊരു കാര്യം, ഏതാണ്ട് 5-6 ദിവസം നമ്മൾ നോമ്പെടുത്തു. ആ നോമ്പ് കാലത്ത് നമ്മൾക്ക് തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തിന്മകൾ നമ്മൾക്ക് മാറ്റി നിർത്താൻ, സാധാരണമായതെങ്കിലും മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പുതിയ പുണ്യകർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരാൻ, തഖ്വയിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുക. അത് സാധിക്കാതെ വരുന്നുവെങ്കിൽ നമ്മളുടെ നോമ്പ് നമ്മൾക്ക് ഏൽക്കുന്നില്ല എന്നാണ് അർത്ഥം. ഒരു പട്ടിണി മാത്രമായി മാറും നമ്മളുടെ നോമ്പ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മല്ലം യദൽ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദ തഅമഹു വശറാബഹു. റസൂലിൻ്റെ വാക്ക് അങ്ങനെയാണ്. ഈ കളവ് പറയുന്നതും അവിവേകം പ്രവർത്തിക്കുന്നതും ഒന്നും ഒരാൾ ഒഴിവാക്കാൻ തയ്യാറില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദ തഅമഹു വശറാബഹു, അയാളുടെ അന്നപാനങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യമില്ല എന്ന്. നമ്മൾ കളവ് പറയുന്നത് ഒഴിവാക്കുന്നില്ല, അവിവേകം പ്രവർത്തിക്കുന്നത് ഒഴിവാക്കുന്നില്ല, സാധാരണ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന വേണ്ടാത്തരങ്ങളൊന്നും നമ്മൾ മാറ്റി നിർത്താൻ ഒന്നും തയ്യാറാകുന്നില്ല. റംസാൻ്റെ മുമ്പുള്ള ദിവസവും റംസാൻ തുടങ്ങിയ ശേഷമുള്ള ദിവസവും ഒരുപോലെയാണ് എങ്കിൽ അയാൾ വെറുതെ പട്ടിണി കിടക്കണ്ട എന്നാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ആ പട്ടിണി കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ്. നമ്മളാണ് ആലോചിക്കേണ്ടത്. റംസാൻ വന്നതിന് ശേഷം നമ്മുടെ ഭക്ഷണക്രമം മാറി, ഉറക്കിൻ്റെ സമയങ്ങൾ മാറി, ജോലിയുടെ ടൈം ടേബിളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നമ്മൾ. പക്ഷെ ആ ഒരു മാറ്റമല്ലാതെ, അതൊക്കെ ഭൗതികമായ മാറ്റങ്ങളാണ്, ആ മാറ്റങ്ങളല്ലാതെ ആരാധനാ രംഗത്ത് എന്തു മാറ്റമുണ്ടായി എന്ന് പരിശോധിക്കുക. ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ. അങ്ങനെ ആരാധനകളിൽ മാറ്റമുണ്ടാവണം, വിശ്വാസത്തിൻ്റെ ചൈതന്യം കൂടി വരണം. അതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നോമ്പ് നമ്മളിങ്ങനെ ഈ ഉറക്കും ഭക്ഷണക്രമമൊക്കെ മാത്രമേ മാറുന്നുള്ളൂ എങ്കിൽ നമ്മുടെ നോമ്പ് നമ്മൾക്ക് ഏൽക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മൾക്കാകുന്നില്ല. അതുകൊണ്ട് നോമ്പ് പരലോകത്തേക്കുള്ളൊരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു വാക്കുകൂടി സാന്ദർഭികമായിട്ട് ഓർക്കുക. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചു വെക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണമെന്നാണ്. നമുക്ക് നമ്മോട് ആവശ്യപ്പെടുന്നത് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു വെക്കുന്നു എന്ന് പരിശോധിക്കണമെന്നാണ്. നമ്മൾക്ക് പരിശോധിക്കാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ ദുനിയാവിലെ സമ്പാദ്യത്തെപ്പറ്റി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറകൾക്ക് വേണ്ടി ഒക്കെ സമ്പാദിക്കണമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നാളെ പറ്റി അല്ല ഈ പറയുന്നത്. സൂര്യൻ ഉദിച്ച് ഉയരുന്നൊരു നാളെ പറ്റി അല്ല. സൂര്യൻ ഉദിക്കാത്തൊരു നാളെയുണ്ട്, അസ്തമിക്കാത്തൊരു നാളെയുണ്ട്. ആ നാളേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഇവിടെ നിന്ന് സമ്പാദിച്ചെന്ന് പരിശോധിക്കണമെന്നാണ്. തസവ്വദൂ ഫൈന ഖൈറ സാദി അത്തഖ്വാ. ഖുർആൻ പറയുന്നത്, നിങ്ങൾ നാളത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുക, യാത്രാ വിഭവങ്ങൾ സജ്ജമാക്കുക. ഒരു വലിയ യാത്രക്ക് പോവുകയാണ്, ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള സാദ്, യാത്രാ വിഭവം നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഫൈന ഖൈറ സാദി അത്തഖ്വാ, നിങ്ങൾ ഒരുക്കി വെക്കുന്ന യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മനിഷ്ഠയാണ്, തഖ്വയാണ്. ആ തഖ്വയുള്ള ഒരു ജീവിതം
നയിച്ചുകൊണ്ട് നമ്മുടെ ഈ റംസാൻ മാസത്തിലെ നോമ്പ് കാലം പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമാക്കി മാറ്റണം. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നോമ്പ് ഒരു പട്ടിണിയായി മാറരുത്. നമ്മുടെ നോമ്പ് വെറുതെ പട്ടിണിയും ദാഹവുമായി മാറരുത്. വലിയൊരു സമ്പാദ്യമായിട്ട് നമുക്ക് കിട്ടണം അവിടെ വെച്ച്. അതിന് പറ്റുന്ന വിധത്തിൽ നമ്മൾ ഈ റംസാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് മനസ്സ് തെളിയുന്ന രീതിയിൽ, ശുദ്ധിയാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ സമീപിക്കുക. നമ്മൾ രാത്രി ഇന്ന് നമസ്കരിക്കുന്നുണ്ട്, പകൽ നോമ്പെടുക്കുന്നുണ്ട്, കുറേയേറെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും വളരെ നിഷ്കളങ്കമായി മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ റംസാൻ മാസമാകുമ്പോൾ പള്ളിയിൽ ആളുകൾ കൂടും, ജമാഅത്തിന് ആളുകൾ എത്തും, ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ശ്രദ്ധിക്കും നമ്മൾ. പക്ഷെ അതൊക്കെ ഒരു പതിവ് ചടങ്ങ് രീതിയിലല്ലാതെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഒരു പുണ്യകർമ്മമായി ബാക്കി നിൽക്കും എന്ന് തോന്നാവുന്ന വിധത്തിലായിത്തീരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ബാക്കി നിൽക്കുക നമ്മളുടെ അമലു സാലിഹാത്തുകൾ മാത്രമാണ്. ബാക്കി ഒന്നും ബാക്കി നിൽക്കില്ല. ആ അമലു സാലിഹാത്ത് മാത്രമാണ് ബാക്കി നിൽക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഒരാൾ കൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ റസൂൽ വിശദീകരിച്ചു. ഒന്ന്, അയാളുടെ കൂടെ അയാളുടെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ ഉണ്ടാവും. ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളുടെ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടാവും. മറ്റേ സമ്പന്നനാണെങ്കിൽ അതിൻ്റെ സ്വാധീനങ്ങളൊക്കെ കാണും. മൂന്നാമതൊന്ന്, അയാളുടെ കർമ്മങ്ങളാണ് കൂടെ ഉണ്ടാകുക. ആദ്യം പറഞ്ഞ രണ്ടും അയാളെ ഖബറിൽ വെക്കുന്നതോടുകൂടി തിരിച്ചു പോരും. ആരും അയാളുടെ കൂടെ പോവില്ല, മക്കൾ പോവില്ല, ബന്ധുക്കൾ ആരും പോവില്ല, ആർക്കും ആരും വേണ്ട. പക്ഷേ നമ്മൾ ഖബറിൽ നമ്മളുടെ കൂടെ വരുന്നത് നമ്മളെടുത്ത ഈ ഇബാദത്തും നോൽബും നിസ്കാരവും സക്കാത്തും ദാനധർമ്മങ്ങളൊക്കെയാണ്. അത് നമ്മളുടെ കൂടെ ഖബറിലേക്ക് വരും. അവിടേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ആ സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾക്ക് ബാക്കി നിൽക്കൂ. റംസാൻ മാസത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ലിസ്വായിമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖായി റബ്ബിഹി. നോമ്പെടുക്കുന്നൊരു മനുഷ്യന് രണ്ട് അനുഭൂതികളുണ്ട്, സന്തോഷാവസ്ഥകളുണ്ട്. ഒന്ന്, അദ്ദേഹം നോമ്പ് മുറിക്കുന്ന തുറക്കുന്ന സമയത്താണ്. രണ്ടാമത്തേത് തൻ്റെ നാഥനെ മറയില്ലാതെ കാണുന്ന സന്ദർഭത്തിലാണ് എന്നാണ്. റസൂലുള്ളാഹിൻ്റെ വാക്കാണത്. രണ്ട് സന്തോഷാവസ്ഥകൾ നോമ്പുകാരനുണ്ട്. ഒന്ന് ദുനിയാവിൽ വെച്ച് അനുഭവിക്കുന്ന സന്തോഷാവസ്ഥയാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു പകല് മുഴുവൻ അന്നപാനങ്ങൾ വർജിച്ചും വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചും ശക്തമായ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് വിധേയനായി ജീവിച്ചൊരു മനുഷ്യൻ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ നോമ്പ് തുറക്കുന്ന രംഗമുണ്ട്. ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് ഭക്ഷണം കഴിച്ചതിൻ്റെ അനുഭൂതിയല്ല, വിശന്നിട്ട് ഭക്ഷണം കിട്ടിയപ്പോഴുള്ള സന്തോഷമല്ല. അത് നമുക്കല്ലാത്ത ദിവസങ്ങളൊക്കെ അനുഭവിക്കാവുന്നതാണ്. ഇവിടെ അനുഭവിക്കുന്നത് ഒരു ഇബാദത്ത് പൂർത്തിയാക്കിയതിനുള്ളൊരു അനുഭൂതി ഉണ്ടല്ലോ, അത് നമ്മുടെ വാക്കുകൾക്കൊക്കെ അപ്പുറമുള്ള ഒരു അനുഭവമാണ്. ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്ന രംഗമാണത്. ആ അനുഭൂതി നോമ്പുകാരന് ലഭിക്കുമെന്നാണ്. നിങ്ങൾ നോക്കൂ, നോമ്പ് തുറക്കുന്ന സമയത്ത് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക, അതാണ് അതിനുള്ളൊരു മാർഗം.
നോമ്പ് തുറക്കുന്ന സമയത്ത് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കണം. റസൂൽ പറഞ്ഞു, പ്രാർത്ഥന സ്വീകരിക്കുന്ന രംഗമാണത്. ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന രംഗത്ത് മനസ്സാന്നിധ്യത്തോടുകൂടി മനസ്സറിഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുക. ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ശരിയായ ഈമാന്റെ ചൈതന്യത്തോടുകൂടി നോമ്പ് തുറക്കുക. ആ തുറക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം സന്തോഷകരമായൊരു അനുഭവമാണ്. അതാണ് നോമ്പുകാരന് കിട്ടുന്നൊരു അനുഭവം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് അപ്പോഴും പല ബഹളങ്ങളും കശപിശകളും ഒക്കെ വീട്ടിനകത്തുണ്ടാവും. മൊബൈൽ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. അതിൽ വാട്സാപ്പിൽ കളിക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആ നേരത്തേക്കെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുട്ടികളോടും എല്ലാവരും ശാന്തമായി ഇരിക്കാൻ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. കാലത്തിൻ്റെയും സംഭവങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. മക്കളെയും കുട്ടികളെയും ഒക്കെ ചേർത്ത് പിടിച്ചിരുത്താനും അവരെ കൂടെ ഭക്ഷണം കഴിക്കാനും കൂടെ കഴിപ്പിക്കാനും നോമ്പ് തുറപ്പിക്കാനും അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവരെയും മുന്നിൽ കിട്ടുമല്ലോ. നമ്മളെ മക്കളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും പേരമക്കളും ഒക്കെ കിട്ടും. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വളരെ മര്യാദയോടുകൂടി അവരെ കൂട്ടുപിടിച്ച് നമ്മളുടെ ആ വരിയിൽ തന്നെ നിർത്താൻ, നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നിർത്താൻ പറ്റുമോ എന്ന് പരമാവധി നോക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള ആ സന്തോഷാവസ്ഥ നമ്മൾ നേടുക. നമ്മുടെ മക്കളും കുട്ടികളൊക്കെ അത് അനുഭവിക്കുന്ന അവസ്ഥ കൊണ്ടാണ്. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൻദ ലിഖാഇ റബ്ബിഹി എന്നാണ്. അത് പരലോകത്തുണ്ടാകുന്നൊരു അനുഭവമാണ് നോമ്പുകാരന്. ദുനിയാവത്ത് ഒന്ന് കഴിഞ്ഞു. ഈ ഒന്ന് നമ്മൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം പരലോകത്ത് പറഞ്ഞ രണ്ടാമത്തെ നമ്മൾക്ക് കിട്ടുമെന്ന്. ആ പരലോകത്ത് പറഞ്ഞത് അള്ളാഹുവിനെ മറയില്ലാതെ കാണാൻ കഴിയുമെന്നാണ്. അത് വിശുദ്ധ ഖുർആൻ പല ആയത്തുകളും പറയുന്നൊരു കാര്യമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന സർവശക്തനായ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെ മറയൊന്നുമില്ലാതെ നോമ്പുകാരന് കാണാൻ കഴിയുമെന്നാണ്. അത് നോമ്പുകാരന് കിട്ടുന്ന ഒരു അനുഭവമായിട്ട് പറയുന്നുണ്ട്. നാദിറത്തുൻ ഇലാ റബ്ബിഹ എന്ന് ഖുർആൻ പറയുന്നു. തൻ്റെ റബ്ബിനെ നോക്കി നിൽക്കുന്നു എന്നാണ്. ഏറ്റവും അധികം വിശ്വാസികൾ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് റസൂലുള്ളാഹി അത് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിനെ മറയില്ലാതെ കാണുക. എല്ലാം കഴിഞ്ഞാൽ സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരോട് പറയും, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. ഒരു മറയില്ലാതെ പടച്ച തമ്പുരാൻ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ആ അള്ളാഹുവിനെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഫബസറുക്കൽ യൗമ ഹദീദ്. അന്ന് നിന്റെ കണ്ണുകൾ അതിതീഷ്ണമായിരിക്കും, മൂർച്ചയുള്ളതായിരിക്കും, കാണാവുന്ന വിധത്തിലായിരിക്കും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. സഹാബികളോട് അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്ര ചെയ്യാണ് സഹാബികളോട് കൂടി. മരുഭൂമിയിലാണ്. പൗർണമി, പൂർണ്ണ ചന്ദ്രൻ 14-ാം രാവ് വട്ടമിട്ട് മുന്നിൽ നിൽക്കുന്നു. വളരെ തെളിഞ്ഞു കാണുന്നു. റസൂൽ ചോദിച്ചു, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, റസൂലെ ഞങ്ങൾക്ക് നല്ലപോലെ തെളിഞ്ഞു കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ആ ഉദാഹരണം അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളിപ്പോൾ കാണാൻ പൗർണമി കാണുന്നത് പോലെ അതിനേക്കാൾ വ്യക്തമായ വിധത്തിൽ യാതൊരു തിക്കും തിരക്കുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ പരലോകത്ത് കാണാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികളെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആ അനുഭവം ലഭിക്കുന്ന ഒരാളാണ് റംളാൻ മാസത്തിൽ ശരിയായി നോമ്പെടുക്കുന്ന ഒരാളെന്നാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ നോമ്പുകാർക്ക് മാത്രമായി ഒരു കവാടം തുറക്കുകയാണ്. റസൂല പറയുന്നത്, നോമ്പുകാർ അതിലൂടെ ക്ഷണിക്കും. അപ്പം നോമ്പെടുത്ത് പുണ്യം സമ്പാദിച്ച ആളുകൾ അതിലൂടെ കടന്നു പോകും. അവർ കടക്കുന്നതോടുകൂടി ആ വാതിലടക്കുകയും ചെയ്യും. എല്ലാ വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ആളുണ്ട് എന്ന് റസൂൽ പറയുകയുണ്ടായി. നമുക്ക് റസൂൽ ഒരു സുബൈക്ക് ശേഷമുള്ള ഒരു ചർച്ചയിൽ സഹാബിയോട് പറഞ്ഞു, എല്ലാ വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുമോ? അതേ, ക്ഷണിക്കപ്പെടുന്നു. അബൂബക്കർ ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, താങ്കൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നാണ്.
അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത്, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളിലൂടെയും ഒരുപോലെ വിളിക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയാണ് ആ ഭാഗ്യം? ആ ഒരു ഭാഗ്യമാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. ഈ റംസാൻ മാസത്തിലെ നോമ്പിൻ്റെ ഫലമായി സ്വർഗത്തിലെ റയ്യാൻ കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്ന, ഒരു പാപവും കുറ്റവുമില്ലാതെ ശുദ്ധരായി കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ പാപമുക്തരായി പുണ്യം സമ്പാദിച്ചവരായി ഈ റംസാൻ മാസക്കാലം പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക. ജമാഅത്ത് നമസ്കാരങ്ങളിലും രാത്രി നമസ്കാരങ്ങളിലും പള്ളികളിലൊക്കെ വെച്ച് നടക്കുന്ന ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുക്കുക. പല ആളുകളും നമ്മോട് സഹായം ചോദിച്ചുകൊണ്ട് പല സമയത്ത് നമസ്കാര സമയത്തൊക്കെ വരും. പല സ്ഥാപനങ്ങളുടെയും സഹായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്, അതൊക്കെ ആ സ്ഥാപനം നടത്താൻ വേണ്ടി വരുന്നത് തന്നെയാണ്. അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും വിഹിതങ്ങളും ഒക്കെ കൊടുക്കുക. അങ്ങനെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നത്, സ്വതന്ത്രമായി അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഔദാര്യം ചെയ്തിരുന്നു റംസാൻ മാസത്തിൽ. കാറ്റ് ആരോടും ഒരു പിശുക്കും കാണിക്കുന്നില്ല, നിർലോഭം എല്ലാവരെയും തഴുകി തലോടി പോവുകയാണ്. അതേപോലെ റംസാൻ മാസത്തിൽ ദാനം ചെയ്തിരുന്നു എന്നാണ്. നമ്മളാൽ കഴിയുന്ന വിധത്തിലൊക്കെ നല്ല കയ്യഴവോടുകൂടി സ്വതന്ത്രമായി കൊടുക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, പുണ്യങ്ങൾ സമ്പാദിക്കുക. അതിനൊക്കെ വേണ്ടിയുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് കാത്തിരിക്കാതെ ഏറ്റവും നേരത്തെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഈ റംസാൻ മാസം അതിൻ്റെ പുണ്യം പരമാവധി സമ്പാദിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ നാഥ. ഞങ്ങൾ ആരോഗ്യം കുറഞ്ഞവരും ക്ഷീണം ബാധിച്ചവരും ഒക്കെ ഉണ്ടാവും. എന്നാലും നാഥ, ഞങ്ങൾക്കെല്ലാവർക്കും ഈ റംസാൻ മാസത്തിൽ ആശ്വാസവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.